ഇന്നലെ രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിക്കുമ്പോൾ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് വ്യാപൃതനായിരുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്ന് എന്തുകൊണ്ട് പൊടുന്നനെ വൈകുന്നേരം രാജിവെച്ചു? ധൻഖർ വൈകിട്ട് വരെ സഭയിൽ ഉണ്ടായിരുന്നതാണ്. അത് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റാണ്. സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് കാണാനിരിക്കുന്നത്. അതായത് ധൻഖറിന് കൃത്യമായി BJP-യുമായി അഭിപ്രായ വ്യത്യാസം നിരവധി വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ രാജ്യസഭയിൽ വലിയ തോതിലുള്ള അനീതിയാണ് BJP നേതൃത്വം നടത്തുന്നത്. യശ്വന്ത് വർമ്മയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യശ്വന്ത് വർമ്മയെ വിചാരണ ചെയ്യുന്നതും യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP മെല്ലെ പോക്ക് നടത്തുന്നതും BJP അവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതും ധൻഖറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രതിപക്ഷം ഒന്നടങ്കം ധൻഖറിനെതിരെ തിരിഞ്ഞ നിമിഷങ്ങളുണ്ട്.